ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്നത് 2026 ബെസ്റ്റ് ഫോർമേഷനാണ്. ഈ ഫോർമേഷനാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. നല്ല ഗ്ലിച്ച് ഫോർമേഷനാണ്. നമുക്കിതൊക്കെ ഇനി പ്ലേയേഴ്സിനെ ഇറക്കി വെക്കാം. നിങ്ങൾ ആ ഫോർമാറ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. പ്ലേയേഴ്സിന് CFക്ക് ഗോൾ പൗച്ചറാണ് വരുന്നത്. ഞാൻ ടോറസിനാണ് ഇറക്കുന്നത്. ഗോൾ പൗച്ചർ നല്ല സ്പീഡൊക്കെ ഉള്ള പ്ലെയറിനെ ഇറക്കിയാൽ മതി. 2 SS ഇറക്കുമ്പോഴും ഗോൾ പൗച്ചർ ഇറക്കാൻ ശ്രദ്ധിക്കുക. ഗോൾ പൗച്ചറാണ് 2 SS വേണ്ടത്. അടിപൊളിയാണ്. നല്ല അടിച്ചൊക്കെ കയറ്റി സ്കോർ ചെയ്യണത്. ഞാൻ ഒരു SS ഡേവിഡ് വില്ല ഇറക്കുന്നത് ഗോൾ പൗച്ചർ ബ്ലിറ്റ്സ് കാളാണ്. മറ്റേ SS ഇറക്കുന്നത് നമ്മളെ മെസ്സിനാണ്. പിന്നെ AMF നമ്മൾ ഇറക്കുന്നത് സ്നൈഡറിനെയാണ്. AMF ഇറക്കുമ്പോൾ അടിക്ക് ഇറങ്ങിയിട്ടും മേലേക്ക് കയറിയിട്ടുള്ള ഒരു AMFനെ ഇറക്കുക. നമ്മൾ ഏറ്റവും അടിപൊളി AMF കറക്കാൻ നമ്മളെ ബുള്ളറ്റാണ്. പിന്നെ വരുന്നത് DMF ആണ്. DMFിൽ ഏറ്റവും അടിപൊളി ആങ്കർമാൻ ഇറക്കാനാണ്. ഞാൻ നമ്മുടെ ഡെയിലി ഗെയിമിൽ നിന്ന് കിട്ടുന്ന റൈറ്റ് കാർഡ് ഞാൻ ഇറക്കിയത് ആങ്കർമാന്. പിന്നെ 2 DMF ബോക്സ് ടു ബോക്സ് പ്ലെയർ ഇറക്കണം നല്ലത്. ഞാനൊരു DMFക്ക് ബെല്ലേട്ടിനെയാണ് ഇറക്കിയിരിക്കണത്. നല്ല സ്പീഡുള്ള പ്ലെയറാണ്. ഒരു DMFക്ക് ഞാൻ ബെക്കംബറിനെയാണ് ഇറക്കണത്. നിങ്ങൾക്ക് നിങ്ങളിൽ ഉള്ള പ്ലേയേഴ്സിനനുസരിച്ച് ഇറക്കിയാൽ മതി. പിന്നെ CB ആണ് വരുന്നത്. CB നല്ല സ്പീഡുള്ള പ്ലേയേഴ്സിനെ ഇറക്കാൻ നോക്കുക. 2 സൈഡത്തെ CBനെ ഡിഫെൻസീവ് ഫുൾ ബാക്കുള്ള നല്ല സ്പീഡുള്ള CBനെ ഇറക്കാൻ നോക്കുക. ആ സെൻറ്റർക്ക് നല്ല സ്പീഡുള്ള ഒരു കൗലിബലി പറഞ്ഞ പ്ലെയറുണ്ട്. ആ പ്ലെയറിനെയാണ് ഇറക്കുന്നത്. നിങ്ങൾ ഇറക്കുമ്പോൾ നിങ്ങളിൽ ബെസ്റ്റ് ഡിസ്ട്രോയർ CBനെ ഇറക്കുക, നല്ല സ്പീഡുള്ളത്. പിന്നെ 2 സൈഡിലുള്ള CB ഡിഫെൻസീവ് ഫുൾ ബാക്ക് നല്ല സ്പീഡുള്ളതിനെ ഇറക്കാനുള്ളൂ. ഞാൻ പറയാം നല്ല അതാണ്. ഞാൻ ഇറക്കുന്നത് ഒരു സൈഡത്തെ ഫാൻ ബ്യൂട്ടിനാണ്. നല്ല ഹൈറ്റിലാണ്, സ്പീഡ് കുറവാണ്, നല്ല അടിപൊളിയായി കളിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇറക്കുന്നത് പിന്നെ കോസ്റ്റാഗട്ടനെയാണ്. ഡിഫെൻസീവ് ഫുൾ ബാക്ക് നല്ല സ്പീഡുള്ള പ്ലെയറാണ് കോസ്റ്റാഗട്ട. പിന്നെ കീപ്പർ ഞാൻ നിങ്ങളെ ചോയ്സ് പോലെ നിങ്ങളിൽ ഏതാ ബെസ്റ്റ് കീപ്പർ ആ കീപ്പറിനെ ഇറക്കുക. ഇപ്പോൾ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണെങ്കിൽ അത്രയും അടിപൊളി കീപ്പറാണ്. ഞാനിപ്പോൾ വിക്ടർ ബിയനാണ് ഇറക്കുന്നത്. നമ്മൾ ഡെയിലി ഗെയിമിൽ കിട്ടിയ കീപ്പറാണ്. നല്ല ബെസ്റ്റ് കീപ്പറാണ്. ഞാൻ ഈ സ്കോർ ഇട്ടിട്ടാണ് കളിക്കുക. റാങ്ക് ഒക്കെ പുഷ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഫോർമാറ്റൊക്കെ വരുന്നത്. നിങ്ങളെ രീതിയിൽ പ്ലേയേഴ്സിനെയൊക്കെ ഇറക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതേമാതിരിക്ക്. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ അറ്റാക്ക് 1 എടുത്തിട്ട് നമ്മൾ ഡിഫെൻസീവ് എടുത്തിട്ട് സെൻറ്ററത്തെ CBനെ ഇടുക. അതാകുമ്പോൾ CB അവിടെ തന്നെ നിന്ന് കളിക്കും, കയറി പോവില്ല. പിന്നെ അറ്റാക്ക് 2 എടുത്തിട്ട് ആങ്കർമാന് നമ്മൾ നടുവത്തെ DMFനെ ഇടുക. അതാകുമ്പോൾ DMF കയറും ഇറങ്ങും, അതേമാതിരിക്ക് അവിടെ നിന്ന് കളിക്കും. പിന്നെ നമ്മൾ ഡിഫെൻസീവ് 1 എടുത്തിട്ട് കൗണ്ടർ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മളെ CFനെ ആക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഡിഫെൻസീവ് 2 എടുത്തിട്ട് നമ്മളെ ഏതെങ്കിലും ഒരു DMFനെ ഡീപ്പ് ലൈൻ ആക്കുക. ഇതാക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഫോർമേഷന് ബെസ്റ്റ് ഫോർമേഷനാണ്. എല്ലാ പ്ലേയേഴ്സും അടിപൊളിയായി കളിക്കും ഒക്കെ ചെയ്യും. പിന്നെ ഇതിൽ കളി എങ്ങനെയാണ് നടക്കുക വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഈ ആങ്കർമാന് DMF അതിങ്ങനെ അടിക്ക് ഇറങ്ങും, അതേമാതിരിക്ക് മേലേക്കും നേരെ കയറും. പിന്നെ ഇപ്പോൾ നമ്മളെ ബെക്കംബർ നമ്മളിപ്പോൾ 2 DMF 2 സൈഡത്തെ ബോക്സ് ടു ബോക്സ് പ്ലേയേഴ്സ് ഓല് നേരെ ആ വിങ്ങൊക്കെ പോവുക. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നേരെ മേലക്ക കയറാൻ നേരം. എല്ലാവരും മേലക്ക കയറുക. പിന്നെ നമ്മൾ ഡീപ്പ് ലൈനാക്കിയ ബെല്ലേട്ടി നേരെ അടിക്ക് ഇറങ്ങും CBയുടെ ഭാഗത്തേക്ക്. വേണ്ടുമ്പോൾ വാൻ ബ്യൂട്ടപ്പോൾ ആ വിങ്ങത്തെ ആൾ വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ബെല്ലേട്ടി നേരെ DMFക്ക് വരും. DMF അല്ല CBക്ക് വരും. അപ്പോൾ ഇനി നമ്മളെ ഈ പൊസിഷൻ വെച്ചിട്ടുള്ള ഗെയിം പ്ലേ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും. ബൈ.